വളരെ നാളുകൾക്ക് ശേഷം ശാന്തമായ കടലിൽ മന്ദമായി വീശിയ തെക്കൻ കാറ്റിൽ ശീതകാലം കഴിച്ചു കൂട്ടുവാൻ ഉതകുമെന്ന് പ്രതീക്ഷിച്ച ശാന്ത തുറമുഖത്തേക്ക് കപ്പലിൽ സഞ്ചരിക്കുന്ന ഭക്തനൊപ്പമുള്ളവരും, എന്നാൽ അവരുടെ പ്രതീക്ഷകളെ തച്ച് തകർത്തുകൊണ്ട് കടലിലുള്ളതിനെയും കരയിലുള്ളതിനെയും തകർത്ത് കളയുവാൻ തക്കവണ്ണം ആഞ്ഞു വീശുന്ന ഉഗ്ര സംഹാര ശേഷിയുള്ള ഈശാനമൂലൻ കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിൽ ഭക്തനൊപ്പമുള്ളവരും തകർന്നു പോകാതെ അവരെ രക്ഷിച്ച് കാൽ ചവിട്ടുവാൻ ഉറച്ചു നിൽക്കുവാൻ ഒരു കരയുടെ ആശ്രയം നൽകിയ ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം. അത് ഭക്തന്റെ ഉറപ്പാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധികളിൽ തട്ടി തകർന്നു പോകാതെ നിങ്ങളുടെ ജീവിതം എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യമെന്ന ഉറപ്പ്. അപ്പോൾ അതിലേക്ക് ഭക്തനെയും ഒപ്പമുള്ളവരെയും നയിച്ച രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കുവാനുള്ള ഭക്തൻ്റെ മനസ്സ്; രണ്ട്, പ്രാർത്ഥിക്കുന്ന ഭക്തൻ്റെ വാക്ക് കേൾക്കുവാനുള്ള ഒപ്പമുള്ളവരുടെ മനസ്സ്. ഇതേക്കുറിച്ച് അല്പം വിശദമായി തന്നെ നമ്മൾ ചിന്തിക്കും. അതിനു മുമ്പ് പ്രാർത്ഥനയുടെയും അനുസരണത്തിൻ്റെയും റിസൾട്ട് അഥവാ ആ വിടുതൽ, അത് വചനത്തിലൂടെ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആരംഭിക്കുവാൻ പോവുക. അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ നമുക്ക് ഒരുമിച്ച് ആ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവുമായിരിക്കുവാൻ തക്കവണ്ണം ദൈവം ചെയ്ത ആ വലിയ കൃപയ്ക്കായി, ആ ദയയ്ക്കായി ദൈവത്തിനെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ഞങ്ങളുടെ പ്രൈസർ ഫാമിലിയുടെ സ്നേഹവും വന്ദനവും ഒക്കെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ ദൈവം ഇന്ന് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ വചനത്താൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ വചനവുമായി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതിങ്ങനെ: ഈ മെസ്സേജ് ഇന്ന് കേൾക്കുകയും കേട്ട് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിലയില്ലാ കയത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ചിലർ ഒരു കര പറ്റുവാൻ പോവുക. ഓ താങ്ക് ഗോഡ്! ആ കടമെന്ന നിലയില്ലാ കയത്തിൽ നിന്ന് അതെ നീ പുറത്തു വരിക. ആ സാമ്പത്തിക ബാധ്യതയെന്ന, തൊഴിലില്ലായ്മയെന്ന, രോഗമെന്ന, ഭയമെന്ന, തലമുറകളുടെ ജീവിത തകർച്ചയെന്ന, കുടുംബ തകർച്ചയെന്ന അതെ ആ നിലയില്ലാ കടത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ പോവുക. അപ്പോൾ ആ വചനത്തിലേക്ക് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം: രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. രക്ഷപ്പെട്ട ശേഷം എവിടെ നിന്നാണ് രക്ഷപ്പെട്ടത് അതറിയണമെങ്കിൽ 27-ാമത്തെ അധ്യായം അല്പമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 27-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇറ്റലിയിലേക്ക് യാത്ര തിരിക്കുന്ന ഭക്തനായ പൗലോസിനെയും തനിക്കൊപ്പമുള്ള യാത്രക്കാരെയും കാണുവാനായിട്ട് കഴിയും. അവർ യാത്ര തുടങ്ങി. 27-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാറ്റ് പ്രതികൂലം എന്ന് കണ്ടു. യാത്ര മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. റൂട്ട് മാറ്റിവിട്ടു, വഴി തിരിച്ചുവിടേണ്ട അവസ്ഥയുണ്ടായി. വളരെ പ്രതീക്ഷയോടെ ഇറങ്ങി. എന്നാൽ പ്രതീക്ഷിച്ച വഴിയിലൂടെ മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വേറെ വഴിക്ക് പോകേണ്ടി വന്നു. വളരെ പ്രതീക്ഷയോടെ പലതും ചെയ്തു, പക്ഷേ ചെയ്തതിനൊന്നും റിസൾട്ടില്ല. വളരെ പ്രതീക്ഷയോടെ ജോലിക്ക് കയറി, പലതും കിട്ടും, ഒത്തിരി സമ്പാദിക്കണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷേ നടന്നില്ല. അതുകൊണ്ട് വഴി തിരിച്ചുവിടേണ്ടി വന്നു. ഈ വഴി തിരിച്ചുവിടുമ്പോൾ വല്ലാത്തൊരു ഭയപ്പാടും ഉത്കണ്ഠയുമാണ്. കാരണം ആദ്യത്തെ വഴി നമ്മൾ ഒത്തിരി ആലോചിച്ച് പ്ലാൻ ചെയ്ത് അല്ലേ, ആ ജോലിയാണെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയാം, അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ച് അറിയാം, ആ പേര് പെരുമ എല്ലാം അറിയാം. പക്ഷേ അത് നഷ്ടപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് തേടിപ്പോയി കണ്ടെത്തിയ ആ ജോലി അതൊരു വല്ലാത്ത ഭയപ്പാടാണ്. എത്ര കിട്ടുമെന്നറിയത്തില്ല, എത്ര നാൾ ചെയ്യുവാൻ കഴിയുമെന്നറിയത്തില്ല, ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ കഴിയുമോ എന്നറിയത്തില്ല അല്ലേ. അതല്ലേ മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെക്കുറിച്ച് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താ? ഡോക്ടർ ആകണം, ഇന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടണം, പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് മറ്റൊരു കോഴ്സിന് ചേർത്തു. അവർക്കും ടെൻഷനാണ്, നിങ്ങൾക്കും ടെൻഷനാണ്. ഇതെവിടെ പോയി എത്തും? ഇതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച കോഴ്സിന് കിട്ടുന്ന ആ പേരും പെരുമയും സമ്പത്തും ഒക്കെ അവർക്കുണ്ടാകുമോ? ടെൻഷനാണ്. അവർക്കും ഈ കോഴ്സ് പഠിച്ചെടുക്കുവാൻ കഴിയുമോ? വഴിതിരിച്ചു വിടുമ്പോൾ പ്രശ്നങ്ങളാണ്. സന്തോഷമായി കുടുംബജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു, പ്രശ്നം കടന്നു വന്നു. അതുകൊണ്ട് വഴിതിരിച്ചു വിടേണ്ടി വരുന്നു. ചില യാത്രകളൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നു. ചില സ്ഥാനങ്ങളിൽ പോകുവാൻ കഴിയാതെ, സഹോദരി നിന്നോടാ, ചില ഫംഗ്ഷൻ പോകുവാൻ കഴിയുന്നില്ല,
നിന്റെ ഭർത്താവും ഒരുമിച്ച് ചില സ്ഥലങ്ങളിൽ പോകുവാൻ കഴിയുന്നില്ല, ഭയമാണ്. അതുകൊണ്ട് തന്നെ ആ യാത്രയൊക്കെ ക്യാൻസൽ ചെയ്ത് വേറെ വഴിയിലൂടെ എങ്ങനെയെങ്കിലും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള പെടാപ്പാടാണ്. അത് വലിയ പ്രശ്നമാണ്, വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? എന്നാൽ നേരത്തെ അങ്ങനെയല്ല, അതറിയാം. അങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഭാര്യ ഭർത്താവ് ഒരുമിച്ച് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം, അതറിയാം. പക്ഷേ അവിടെ പ്രശ്നം വന്നു, അതുകൊണ്ട് വഴി തിരിച്ചു വിട്ടു. പിടിച്ചു വലിച്ചുകൊണ്ട് പോയാ, ആമേൻ, പിടിച്ചു വലിച്ചുകൊണ്ട് പോയാ. അപ്പോൾ റൂട്ട് മാറ്റിവിടുന്നു. 27-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ആ റൂട്ടും പ്രശ്നമായി മാറുന്നു. കാറ്റ് യാത്ര ചെയ്യുവാൻ സമ്മതിക്കുന്നില്ല. അയ്യോ, തീർന്നു. ഇനി എന്തു ചെയ്യും? വല്ലാത്തൊരവസ്ഥയല്ലേ? പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ആ റൂട്ട് മാറ്റി അവർ ഒരു തീരത്തെത്തി, ശുഭ തുറമുഖം എന്ന തീരത്തെത്തി. അല്പം ഒന്ന് ആശ്വാസമായി അല്ലേ? കടലിൽ തകർന്നു പോകുമെന്ന് വിചാരിച്ചതാ, ഒരിടത്തും എത്തത്തില്ല എന്ന് വിചാരിച്ചതാ. പക്ഷേ ശുഭ തുറമുഖത്തെത്തി. 27:8 ഒന്ന് ആശ്വസിപ്പിച്ചു. കുറെ അലഞ്ഞെങ്കിൽ എന്താ, കുറെ ബുദ്ധിമുട്ടിയെങ്കിൽ എന്താ, ഒന്ന് സ്വസ്ഥമായി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഒത്തല്ലോ. ആഗ്രഹിച്ചതൊന്നും അല്ല എങ്കിലും അല്ലേ? ഈ ജോലി കൊണ്ട് കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഇനി എൻ്റെ കുടുംബജീവിതം നന്നായിട്ട് പോകും അല്ലേ സഹോദരി? എൻ്റെ ഭാര്യയും ഭർത്താവും ഞാനും സന്തോഷത്തോടെ ജീവിക്കും. മാതാവ് പിതാവേ, ഇനി കുഴപ്പമില്ല, മക്കൾ രക്ഷപ്പെട്ടോളും, അവർ ആ കൂട്ടുകെട്ടുകളൊക്കെ വിട്ടു, അവർ പഠിക്കാൻ തുടങ്ങി, ഇനി കുഴപ്പമില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ അവരായിത്തീരും. എനിക്കിപ്പോൾ പ്രതീക്ഷയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ രോഗം മാറും, എനിക്ക് സൗഖ്യമാകും, ഈ ബാധ്യതയിൽ നിന്ന് ഞാൻ പുറത്തു വരും, എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, എനിക്ക് നന്മയുണ്ടാകും. സന്തോഷമാണ്, ശുഭ തുറമുഖം. പക്ഷേ ആ സന്തോഷത്തിന് അധിക നാൾ ആയുസുണ്ടായില്ല. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുന്നു. കടലിൽ അതിലും വലിയ പ്രശ്നം, ഈശാനമൂലൻ വീശി അടിക്കുന്നു. അയ്യോ ദൈവമേ, വറചട്ടിയിൽ നിന്ന് നീ എരുതിയിലേക്ക് തള്ളിയിട്ടല്ലോ. ഒന്ന് ആശ്വസിച്ചു വന്നതാ, എല്ലാം ഒന്ന് അടങ്ങി, കാറ്റും കോളുമൊക്കെ ഒന്ന് അടങ്ങി, ഇനി സ്വസ്ഥമായി മുൻപോട്ട് പോകാമെന്ന് കരുതിയതാ. കാറ്റ് മന്ദമായി വീശിയപ്പോ അതിനൊത്തവണ്ണം അങ്ങ് യാത്ര തുടങ്ങിയതാ. എത്തുവാൻ കഴിയും, ഇനി ഒരു കരയ്ക്ക് എത്തുവാൻ കഴിയും. ആ പ്രതീക്ഷകളെ മുഴുവൻ തച്ചു തകർത്തുകൊണ്ട് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ പ്രതികൂലം, വലിയ പ്രതിസന്ധി ഈജിയൻ കടലിടുക്കിനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ഈശാനമൂലനാഞ്ഞു വീശുകയാ. തൊഴിൽ മേഖലയെ തകർത്ത് കളയുന്നു, വരുമാനമില്ലാതാക്കുന്നു, വിദ്യാഭ്യാസത്തെ തകർക്കുന്നു, കുടുംബജീവിതത്തെ തകർക്കുന്നു. ഭർത്താവ് വീട്ടിൽ വരുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മിണ്ടുന്നില്ല, ഭാര്യയെ കാണാനില്ല. അയ്യോ, ഡോക്ടറൊന്നും പറയുന്നില്ല, രോഗം നാൾക്കുനാൾ മൂർച്ഛിക്കുന്നു, കടത്തിനു മേൽ കടം, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. ആ ഈശാനമൂലന വീശി അടിക്കപ്പെടുന്ന ഈജിയൻ കടലിനു മധ്യത്തിൽ അവർക്ക് കാലൂന്നി നിൽക്കുവാൻ ദൈവം ഒരു തുരുത്തൊരുക്കി. മെലീത്ത എന്ന തുരുത്ത്. അതെ സഹോദര സഹോദരി, നീ മുങ്ങിപ്പോകുമെന്ന് ഇനിയില്ല, ഇനി എനിക്കൊരിക്കലും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും ഉണ്ടാകത്തില്ല, ഇനി എനിക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് തളർന്നായിരിക്കുമ്പോൾ അതേ നിനക്ക് ഒരു കര കർത്താവ് ഒരുക്കിയ, നിന്നെ കർത്താവ് കര പറ്റിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ സഹോദര സഹോദരി, നിന്റെ തൊഴിൽ മേഖലയിൽ നിന്റെ ഒരു കരയ്ക്ക് എൻ്റെ കർത്താവ് എത്തിക്കുവാൻ പോകുക. താങ്ക് ഗോഡ്. ആ അലച്ചിലിന് അറുതി ഉണ്ടാകുവാൻ പോകുക. ജോലി അന്വേഷിച്ച് അലയുന്ന അവസ്ഥയ്ക്ക് അറുതി ഉണ്ടാകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നല്ല ജോലി നൽകി നിന്നെ കർത്താവ് മാനിക്കുവാൻ പോകുക. നീണ്ട നാളുകളായി നല്ല ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ. പഠനം കഴിഞ്ഞ നാളുകളിലെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ചില ചെറിയ ജോലികളൊക്കെ കിട്ടി, അതൊക്കെ ചെയ്ത് മുൻപോട്ട് പോകും. അതല്ല, അതുകൊണ്ട് പറ്റത്തില്ല. നീ പഠിച്ചതിനൊത്തവണ്ണമുള്ള ജോലി തന്ന് കർത്താവ് നിന്നെ മാനിക്കുക. ആ അലച്ചിലിനും സ്തോത്രം, ആ അലച്ചിലിനും ഉലച്ചിലിനും അറുതി വരുത്തി കർത്താവ് നിന്നെ കാലൂന്നി നിൽക്കുവാൻ യേശുവിൻ നാമത്തിൽ നീ കര കാണുക. യേശുവിൻ നാമത്തിൽ സഹോദരി, നിന്റെ കുടുംബജീവൻ ഒരു കരയ്ക്ക് അണയുക. ആ അലച്ചിലും ഉലച്ചിലും ഒക്കെ തീർന്നേ. കോടതി കയറി ഇറങ്ങുന്ന അവസ്ഥ, വക്കീലന്മാർക്ക് കൊടുക്കാനില്ലാതെ കടം വാങ്ങുന്ന, പലിശയ്ക്കെടുക്കുന്ന ആ അവസ്ഥ, പലരുടെ മുഖത്ത് നോക്കുവാൻ കഴിയാതെ നിന്ദിക്കപ്പെട്ട് തലകുനിക്കുന്ന ആ അവസ്ഥയ്ക്ക് അറുതി വരിക. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബജീവിതം ഒരു കരയ്ക്കെത്തുക. സ്തോത്രം. നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ കുടുംബജീവിതം പണിയപ്പെടുക. നിന്റെ ഭർത്താവിനെ കർത്താവ് മടക്കി വരുത്തുക. ആ ഈജിയൻ കടലിടുക്കിൽ ഭക്തനും സംഘവും നശിച്ചു പോകാതെ അവർക്ക് കാൽ ചവിട്ടി നിൽക്കുവാൻ ഒരു തുരുത്തൊരുക്കിയ ദൈവം നിന്റെ ഭർത്താവിനെ ചേർത്ത് നിർത്തുക. അതെ, നിങ്ങളെ അവനൊരു കര പറ്റിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ സഹോദര, നിന്റെ ഭാര്യയ്ക്കൊപ്പം കർത്താവ് നിന്നെ ചേർത്ത് നിർത്തുക. നിന്റെ കുടുംബജീവിതം ഒരു കരയ്ക്കെത്തുക. നെടുനാളുകളായി
അതിങ്ങനെ ആടി ഉലയുകയാ. എപ്പോൾ തകർന്നു പോകും. വെള്ളത്തിൽ കിടന്ന് കൈയും കാലും വിട്ട് അടിക്കുന്നത് പോലെയാ. ശ്വാസം കിട്ടുന്നത് എല്ലാം നഷ്ടപ്പെട്ടു. പേര് പോയി, പെരുമ പോയി, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ചു, ഉള്ള പണം നഷ്ടപ്പെട്ടു. ആ അവസ്ഥയ്ക്ക് അറുതി ഉണ്ടാകുവാൻ പോകുക. നിങ്ങളെ കർത്താവ് ചേർത്ത് വയ്ക്കുക. മാതാവേ, നിന്റെ തലമുറകളുടെ ഭാവി ഒരു കരയ്ക്കെത്തുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. അതിങ്ങനെ ആടി ഉലയുക. അയ്യോ, എവിടെ കൊണ്ടെത്തിക്കാൻ പറ്റും അറിയത്തില്ല, എവിടെ എത്തും അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് മക്കൾ. നല്ല വിവാഹം നടക്കുന്നില്ല, പല ആലോചനകൾ വരുന്നു. എല്ലാം അടുത്തെത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു. അവൾ വല്ലാതെ വേദനിച്ച് കരയുക. അത് നിന്റെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലായിട്ടുണ്ട്. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? അവിടെ ഭാവി ഒരു കരയ്ക്കെത്തുവാൻ പോകുക. മാതാവ്, നിന്റെ മകന്റെ ഭാവി ഒരു കരയ്ക്കെത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അനുഗ്രഹിക്കപ്പെട്ട ഭാവി നിന്റെ തലമുറയ്ക്ക് എൻ്റെ കർത്താവ് ഒരുക്കി നൽകിയ. ഓ പ്രാർത്ഥിക്കേ. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ അമേൻ നിന്റെ തലമുറകൾക്കായി എൻ്റെ കർത്താവ് ഒരുക്കി നൽകുക. ഒത്തിരി ടെസ്റ്റുകൾ എഴുതി, ഒത്തിരി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് അങ്ങനെ തേരാപ്പാരാ നടക്കുക. എവിടെയെങ്കിലും ഒന്ന് കയറിപ്പറ്റുവാൻ, എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ. അയ്യോ, മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടമാണ്. നിന്റെ സങ്കടത്തിന് അറുതി ഉണ്ടാകുവാൻ പോകുക. അവരെ കർത്താവ് ഒരു കര പറ്റിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അവരെ കർത്താവ് ഒരു കര പറ്റിക്കുവാൻ പോകുക. ആമേൻ. അവർ നിൽക്കുന്നത് നീ കാണുവാൻ പോകുക. ഈ ആടി ഉലയുന്ന അവസ്ഥ മാറി അവർ ഒന്ന് നിവർന്ന് നിന്ന് ശ്വാസം എടുക്കുന്നത് നീ കാണുവാൻ പോകുക. ഓ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. കാൽ വയ്ക്കുവാൻ ഒരിടം, ജോലി ചെയ്യുവാൻ ഒരു സ്ഥാപനം, അതേ ഒരു ജോലി, ആ കോഴ്സ് പഠിക്കുവാൻ ഒരു സ്ഥാപനം കർത്താവ് അവർക്ക് വേണ്ടി ഒരുങ്ങി. അവിടെ കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കുക. അവിടെ വേക്കൻ്റ് ഉണ്ടാകുക. ഓ സ്തോത്രം. അഡ്മിഷൻ ലഭിക്കുക. ആ തടസ്സം മാറുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ ആമേൻ. അവിടെ സീറ്റ് കിട്ടുക എന്നേ. നിന്റെ തലമുറകൾക്ക് നീ ആഗ്രഹിച്ച ആ കോഴ്സിന് പ്രവേശനം കിട്ടുക. നീ ആഗ്രഹിച്ച ആ രാജ്യത്ത് അവർ ഉപരിപഠനത്തിനായി കടന്നു പോകുവാൻ പോകുക. ആ രാജ്യത്തിൻ്റെ വാതിലുകളെ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുക. സ്തോത്രം. ആ റിജക്റ്റ് ചെയ്ത വിസയുമായി ഭാരപ്പെട്ടായിരിക്കുന്ന മാതാവേ, വാതിൽ തുറക്കുക. യെസ്, പ്രാർത്ഥിക്കുക. കർത്താവ് പ്രവർത്തിക്കുക. ആ രാജ്യത്ത് പോയി തന്നെ നിന്റെ തലമുറ പഠിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ സഹോദര, ആ അലച്ചിലിനും ഉലച്ചിലിനും സഹോദരി അറുതി വരിക. സൗഖ്യത്തിനായുള്ള ഒത്തിരി ഡോക്ടർമാരെ കണ്ടു, ആശുപത്രികളിൽ കയറി ഇറങ്ങി, പല ട്രീറ്റ്മെൻറ്റുകൾ. അയ്യോ, പലരുടെയും വാക്കുകൾ ആശ്വാസമായി. ശുഭ തുറമുഖത്തെത്തിയതുപോലെ പ്രതീക്ഷിച്ചു. പക്ഷേ പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുന്നു. വേറെ അസുഖങ്ങൾ കടന്നു വരുന്നു. കർത്താവ് നിന്നെ സൗഖ്യമാക്കി നിന്റെ ഭവനത്തിൽ എൻ്റെ കർത്താവ് നിന്നെ മടക്കി വരുത്തുക. യേശുവിൻ നാമത്തിൽ ആശുപത്രി കിടക്കകൾ മാറ്റി വിരിക്കപ്പെടുക. ഓ താങ്കിലോട് വിട്ടുമാറാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല രോഗബന്ധനവും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. പ്രാർത്ഥിക്കുക. സൗഖ്യമാക്കുക. ആമേൻ. ആ ആശുപത്രി കയറി ഇറങ്ങുന്ന അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുക. ആമേൻ. ഓ ഇനി രക്ഷയില്ല. വീശി അടിക്കുക. കപ്പലിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ആഹാര സാധനങ്ങൾ കളഞ്ഞു, പടക്കോപ്പുകൾ എറിഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു. കയ്യിലുണ്ടായിരുന്നത് ചേർത്ത് വെച്ചതും എല്ലാം ചിലവാക്കി, വസ്തുക്കൾ വിറ്റു, കടം വാങ്ങി, പലിശക്കെടുത്തു. മക്കൾ ജോലി ചെയ്യുന്നത് മുഴുവനും നിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാ. മക്കൾക്ക് ചിലവഴിക്കേണ്ടത് മുഴുവനും നിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാ. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പലപ്പോഴും ചിന്തിക്കുക, ഒന്ന് മരിച്ചാൽ മതി. ഇങ്ങനെ മറ്റുള്ളവർക്ക് ഭാരമായി അല്ല, ആർക്കും ഭാരമായല്ല, നീ കാലുറപ്പിച്ച് നിൽക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഇപ്പോൾ സൗഖ്യമാകാ. ചിലരെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുക. ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളെ തൊട്ട് കർത്താവ് സൗഖ്യമാക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ആ ബാധ്യതയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരിക. മുങ്ങി താണുകൊണ്ടിരിക്കുക. കടത്തിന് മേൽ കടം കയറി ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആർക്കും പൊക്കിയെടുക്കുവാൻ, കൈതന്ന് സഹായിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ബാധ്യത പെരുകിക്കൊണ്ടിരിക്കുക. കടം കയറുക, മുങ്ങിപ്പോയി. ആ ബിസിനസ് തകർന്നു, സ്ഥാപനം തകർന്നു, വണ്ടിക്ക് ഓട്ടമില്ല, CC അടയ്ക്കുവാൻ നിവർത്തിയില്ല, വണ്ടി സീസ് ചെയ്തു പോകുന്നു, ലോൺ അടയ്ക്കുവാൻ നിവർത്തിയില്ല, ജപ്തിയായി തീർന്നിരിക്കുന്നു. അയ്യോ, മരണം മാത്രം മുൻപിൽ. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്നു. കട അടച്ചു പൂട്ടേണ്ട അവസ്ഥയായി. ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയായി. അയ്യോ,
ഇനി ഇനി എന്ത്? ഇടയ്ക്കൊക്കെ അല്പം ഒന്ന് ആശ്വസിച്ചതാ, രക്ഷപ്പെടും, പ്രതീക്ഷയുടെ തീരം പുൽകുമെന്ന് കരുതിയതാ. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് അധികം ആയുസുണ്ടായില്ല. പിന്നെയും പ്രശ്നം, പെട്ടെന്ന് പ്രശ്നങ്ങൾ ഏറി വരുന്നു. കർത്താവ് ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം നിനക്കൊരു തുരുത്തൊരുക്കിയിട്ടുണ്ട്. നീ കര കാണുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നീ ഒരു കര കാണുവാൻ പോകുക. ആ ആഴത്തിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകുക. താങ്ക് ഗോഡ്. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. വഴി തുറക്കുക. സഹോദരി സഹോദര, കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ, ലോണടച്ചു തീർക്കുവാൻ, കടക്കാരുടെ മുമ്പിൽ കൈകെട്ടി തലകുനിച്ച് നിൽക്കാതെ കൈനീട്ടി കൊടുത്ത് നിവർന്ന് നിൽക്കുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങളിൽ കർത്താവ് തരുവാൻ പോകുക. കരങ്ങളെ നീട്ടി പ്രാർത്ഥിക്കുക. ആ കരങ്ങളിൽ കർത്താവ് തരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് ഗോഡ്. ആമേൻ. യേശുവിൻ നാമത്തിൽ കർത്താവ് തരികയാ. എന്തിനാ? ആ വാടക വീട് കയറി ഇറങ്ങി നടക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്ന് സ്വന്തം ഭവനത്തിൽ നിന്റെ പേരുള്ളൊരു തുണ്ട് ഭൂമിയിൽ പാർക്കുവാൻ നിനക്കൊരു തുരുത്ത് കർത്താവ് തരിക. ഒരു തുണ്ട് വസ്തു നീ കരഞ്ഞ് യാചിക്കുക. പല സംഘടനക്കാരുടെ അടുത്തും ആര് എന്നെ സപ്പോർട്ട് ചെയ്യും? പക്ഷേ ആരും ദയ കാണിക്കുന്നില്ല, നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിനക്കൊരു തുണ്ട് ഭൂമി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നീ സ്വന്തം ഭൂമിയിൽ കാലൂന്നി നിവർന്ന് നിൽക്കുവാൻ പോകുക. എൻ്റെ വസ്തു, എൻ്റെ വീട്, അതെ, ആ വാടക വീടെന്ന നിരാശ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. സഹോദരി, നിന്റെ കണ്ണുനീരിന് അറുതി വരിക. സഹോദര, പ്രാർത്ഥിക്കുക. സ്വന്തം ഭവനമെന്ന, സ്വന്തം വസ്തുവെന്ന, സ്വന്തം വാഹനമെന്ന, സ്വന്തമായി ചിലതെന്ന വാഗ്ദത്തം അത് നിറവേറുക. ഈ ഭയപ്പാടിന് മധ്യത്തിൽ തന്നെ. ആമേൻ. അപ്പോ ആ വിടുതൽ പ്രാപിക്കുവാൻ, കരപറ്റുവാൻ ചെയ്ത രണ്ട് കാര്യങ്ങൾ, ഭക്തൻ്റെയും ഒപ്പമുള്ളവരുടെയും ജീവിതം കരപറ്റുവാൻ ഇടയായി തീർന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഈജിയൻ കടലിടുക്കിൽ ഈശാനമൂലം വീശിയടിച്ച് സകലതും തകർന്ന് നശിച്ചു പോകുമെന്ന് ഭയപ്പെട്ട ആ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. ആരാണ് ഭക്തൻ? പൗലോസ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ. വലിയ പ്രതിസന്ധി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കപ്പലിലുള്ള ആഹാര സാധനങ്ങളെല്ലാം എറിഞ്ഞു കളഞ്ഞു, പടക്കോപ്പുകളെല്ലാം എറിഞ്ഞു കളഞ്ഞു. എന്തിനാ? കപ്പലിൻ്റെ വെയിറ്റ് കുറയ്ക്കുവാൻ, ഭാരം കുറയ്ക്കുവാൻ വേണ്ടി. ഭാരമുള്ള വസ്തുവാണെങ്കിൽ വേഗത്തിൽ മുങ്ങിപ്പോകുവാനിടയുണ്ട്. അതുകൊണ്ട് ഭാരം കുറയ്ക്കണം. അങ്ങനെ ഭാരം കുറയ്ക്കുമ്പോൾ രണ്ടുണ്ട് പ്രശ്നം. ഒന്ന്, ആഹാരമില്ലാതെ അവർ ക്ഷീണിച്ചു പോകും, ആഹാരമില്ലാതെ അവർ മരിച്ചു പോകും. രണ്ട്, ശത്രുക്കൾ വന്നാൽ ഇവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അപ്പോൾ കളഞ്ഞതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പലതും നഷ്ടപ്പെടുത്തി ഒന്ന് പിടിച്ചു നിൽക്കുവാൻ, മുൻപോട്ട് പോകുവാൻ. പക്ഷേ അതുകൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. നല്ലതെന്ന് കരുതി, പക്ഷേ നല്ലതായില്ല. 10-14 ദിവസം സൂര്യപ്രകാശം കാണാൻ കഴിയാതെ കടലിനകത്ത് അങ്ങനെ, ആഹാരമില്ല, വെടിക്കോപ്പില്ല, വല്ലാത്ത അവസ്ഥയാ. ഈ വെടിക്കോപ്പെന്ന് പറയുമ്പോൾ അത് സുരക്ഷിതത്വമാണ്. നമ്മളൊക്കെ ഈ മെസ്സേജ് കേൾക്കുമ്പോഴും നിങ്ങൾ റോഡിൽ ഇറങ്ങി നടക്കുമ്പോഴും തിരിച്ചു വരുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധ്യതകളുടെ വാതിൽ തുറന്നിടുന്നത് നമുക്ക് മുമ്പിലുള്ള സുരക്ഷിതത്വമാണ്. രാജ്യം നൽകുന്ന സുരക്ഷിതത്വം, പോലീസ് നൽകുന്ന സുരക്ഷിതത്വം, മിലിറ്ററി നൽകുന്ന സുരക്ഷിതത്വം. അന്ന് ഇതൊന്നും ഇല്ലാത്ത സമയം, ഇങ്ങനെ പൗരൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുവാൻ സർക്കാരുകൾ ഇല്ലാത്ത ഏകാധിപത്യത്തിന് കീഴിൽ ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളവർ ചെയ്ത് ഇഷ്ടക്കാർക്ക് വേണ്ടി അങ്ങനെയുള്ള കാലം. ആ കാലത്ത് അവനവൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത് അവനവനാണ്. അതിനുള്ളതൊക്കെ കടലിൽ കളഞ്ഞിരിക്കുന്നു. വല്ലാത്ത പ്രതിസന്ധി. ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഭയന്ന് കപ്പലിലുള്ള എല്ലാവരും കപ്പലിൻ്റെ മുകൾ തട്ടിൽ പോയി നിൽക്കുക. ശ്രദ്ധിക്കണമേ, എന്തിനാ അവരൊക്കെ കപ്പലിൻ്റെ മുകൾ തട്ടിൽ പോയി നിൽക്കുന്നത്? കപ്പലിൻ്റെ താഴ്ഭാഗമല്ലേ വെള്ളത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം മുങ്ങുന്നത് താഴ്ഭാഗമായിരിക്കും. അവസാനം വരെ പിടിച്ചു നിൽക്കുക എന്ന ഉദ്ദേശത്തിൽ എല്ലാവരും മുകളിൽ പോയിരിക്കുക. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഭക്തൻ അഥവാ പൗലോസ്, അവൻ മുകളിലോട്ട് പോയില്ല, മറിച്ച് മുകളിലുള്ളവരുടെ ഇടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ആ പ്രശ്നത്തിൻ്റെ ഏറ്റവും കഠിനതയേറിയ സ്ഥാനത്ത് ഏറ്റവും താഴത്തിലേക്ക് വന്നു, താഴേക്ക് വന്നു. ആ താഴത്ത് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. താങ്ക് ഗോഡ്. പ്രശ്നം വലിയതാണ്. ആഹാരമില്ല,
സുരക്ഷിതത്വത്തിന് പടക്കോപ്പില്ല, കപ്പൽ ഏത് നിമിഷവും മുങ്ങും. എല്ലാവരും ഭയന്ന് നിലവിളിക്കുകയാണ്. ഒപ്പം നിലവിളിക്കാതെ ആ പ്രശ്നത്തിന് മധ്യത്തിൽ ഇറങ്ങി നിന്ന് പ്രാർത്ഥിക്കുവാനായി തയ്യാറായി. പ്രിയരെ, ഈ ലോകം ഇങ്ങനെയാണ്. അത് നാൾക്കുനാൾ നമുക്ക് ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉയർത്തി വിട്ടുകൊണ്ടിരിക്കുന്നു. ഉയർന്നു പോകുന്ന പ്രശ്നങ്ങൾ കണ്ട് ഭയന്ന് ശേഷം മനുഷ്യരെ പോലെ മാറി നിന്ന് കുറ്റം പറയാതെ പിറുപിറുക്കാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാവുക. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന വിശ്വാസികളായ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കിയേ. ആദ്യം ഓടി കപ്പലിൻ്റെ മണ്ടയിൽ ഏറ്റവും മണ്ടയിൽ പോയി നിൽക്കുന്നത് നമ്മളായിരിക്കും. നമുക്ക് പ്രശ്നത്തിലേക്കൊന്ന് ഇറങ്ങാനോ ഉറച്ചു നിൽക്കാനോ ധൈര്യപ്പെടുവാനോ മനസ്സില്ല. പിന്നെ നമ്മളാണ് ഏറ്റവും അധികം ഒപ്പമുള്ളവരെ ഭയപ്പെടുത്തുന്നത്. രമണിയെ, ഇത് തങ്കമണിക്ക് വന്ന അസുഖമാണ്, രക്ഷപ്പെടാൻ പാടാ കേട്ടോ. ഇത് പറയുന്നത് വിശ്വാസിയാ, അവിശ്വാസിയല്ല. അവിശ്വാസികൾക്ക് പിന്നെയും വിശ്വാസം വന്നു. പക്ഷെ വിശ്വാസം നഷ്ടപ്പെട്ടവരായിത്തീരുന്നു. മറ്റുള്ളവരെ ഭയപ്പെടുത്താതെ അവർക്ക് ആശ്വാസവും ബലവുമായി മാറുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. പ്രശ്നം വലുതാണ് സഹോദര സഹോദരി, നീ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന പ്രശ്നം വലുതാണ്. മറ്റുള്ളവർക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരുപക്ഷെ എനിക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. സഹോദരി, നിൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നം വലുതാണ്. പലരും പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ ആശ്വസിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട്, ദേവദാസനെ നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല, ഞാൻ അനുഭവിക്കുന്നത് അത്രമാത്രം വലിയ പ്രശ്നമാണ്. തീർച്ചയായും സഹോദരി, ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അല്ലേ? നിങ്ങളുടെ മക്കളുടെ ജീവിതം, അവർ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ, അവരുടെ ജീവിതത്തിൽ വന്നുപോയ പരാജയം, അവരിന്നായിരിക്കുന്ന അവസ്ഥ, അതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് മുഖാന്തരം നിങ്ങൾ അനുഭവിക്കുന്ന വേദന, കണ്ണുനീർ മനസ്സിലാകത്തില്ല. കാരണം അത് നിങ്ങൾ അനുഭവിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ആ രോഗവും അതിൻ്റെ ഭീകരതയും മറ്റാർക്കും മനസ്സിലാകത്തില്ല. കടവും അത് മുഖാന്തരം അനുഭവിക്കുന്ന നിന്ദയും മറ്റാർക്കും മനസ്സിലാകത്തില്ല. വീടില്ലാതെ വാടക വീടുകൾ കയറി ഇറങ്ങി നടക്കുന്നത് മറ്റാർക്കും മനസ്സിലാകത്തില്ല. മനസ്സിലാകുന്ന ഒരുവൻ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാകുക. പ്രശ്നം കഠിനമാണ്, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷേ പൗലോസിനെ പോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങി പൗലോസ് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. വചനം പറയുന്നു, ദൈവം തൻ്റെ ദൂതനെ അയച്ചു. പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. എന്തിനാ? പത്രോസിനോട് പറയുക, പത്രോസേ, ഈ കപ്പൽ പൊളിയും, പക്ഷേ നീ നശിക്കത്തില്ല, ഇതിനകത്തായിരിക്കുന്ന ഒരുത്തനും നശിക്കത്തില്ല, അവരെ ഒക്കെ നിനക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്നു. 27:24. ഈ കപ്പലിലുള്ളവരെ ഒക്കെ പേടിച്ച് ഓടി നടക്കുന്നതിനൊക്കെ സഹോദരി, പ്രശ്നം വലുതാ. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിന്റെ കുടുംബത്തെ കർത്താവ് നിന്റെ കയ്യിൽ തരും. യെസ്, യേശുവിൻ നാമത്തിൽ. ഇന്ന് ഭയപ്പെട്ട് വിറളി പിടിച്ച് ഓടുന്ന, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നും അറിയാതെ ഓടിക്കൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തെ എൻ്റെ കർത്താവ് നിന്റെ കയ്യിൽ തരും. യെസ് സഹോദര, പ്രശ്നം വലുതാ. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നിന്റെ കുടുംബത്തെ കർത്താവ് നിന്റെ കയ്യിൽ തരും. നിന്റെ ഭാര്യ, മക്കൾ, അവരെ ദൈവം നിനക്ക് ദാനമായി തരും. പ്രശ്നമേറിയപ്പോൾ അവരൊക്കെ എങ്ങോട്ട് ഓടണം, എങ്ങോട്ട് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നില്ല, കൂടെ നിൽക്കുവാൻ ഒന്നിനും തയ്യാറാകുന്നില്ല. അവരെ തന്നെ നിന്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിക്കും. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? അപ്പോൾ പ്രശ്നമേറി വന്നപ്പോൾ പൗലോസ് ഭക്തൻ പ്രാർത്ഥിച്ചു. 2, പ്രാർത്ഥിച്ച ഭക്തന്റെ വാക്ക് കപ്പലിലുള്ളവർ കേൾക്കുവാൻ തയ്യാറായി. എന്തുകൊണ്ടാണ് കേൾക്കുവാൻ തയ്യാറായത്? അവർ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെയാ. 27:10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കാൻ പോകുന്നത് ബുദ്ധിമോശമാണ്, നമുക്ക് എവിടെയെങ്കിലും നിന്ന് സമാധാനത്തിൽ പോകാം. പക്ഷെ കേട്ടില്ല. മാലുമിയും കപ്പലുടമയും പറഞ്ഞ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചതാ. ഈശാന മൂലം വീശിയടിച്ച് കടലിനകത്ത് പലതും കേൾക്കാതെ ഇറങ്ങി തിരിച്ചോണ്ടാ. പ്രാർത്ഥിക്കുന്നവരുടെ വാക്ക് കേൾക്കാതെ, കർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ, ദൈവത്തിൻ്റെ ആലോചന കേൾക്കാതെ, സ്വന്തം ഇഷ്ടത്തിന് പിന്നാലെ ഇറങ്ങി തിരിച്ച് കപ്പൽ ആടി ഉലയുക. എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല, എവിടെ എത്തുമെന്ന് അറിയത്തില്ല. അയ്യോ, വല്ലാത്തൊരവസ്ഥയല്ലേ. പക്ഷേ അടുത്ത് അവർ ആ വാക്ക് കേൾക്കുവാൻ തയ്യാറായി. ഒരു പറ്റി ആദ്യം തിരിച്ചറിയുക. ആവശ്യമില്ലാത്ത വഴിക്ക് ഇറങ്ങിയത് കൊണ്ടാണ്, സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകളെ ചെവികൊള്ളുക. പ്രാർത്ഥിക്കുന്നവരുടെ വാക്ക് കേൾക്കുക, ദൈവാലോചന കേൾക്കുക, ദൈവശബ്ദം കേൾക്കുക.
കേട്ട് മുൻപോട്ട് പോകുവാൻ തയ്യാറാകുക. ആ കപ്പലിലുള്ളവരെല്ലാവരും പൗലോസിൻ്റെ വാക്ക് കേട്ടു. പൗലോസിനൊപ്പം അതിനകത്തുള്ള എല്ലാവരും ഒരു കര പറ്റി. സ്തോത്രം. ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ്റെ വാക്ക് കേട്ടാൽ കര പറ്റും. മീൻസ് ഒരു കൂട്ടായ്മയ്ക്കൊപ്പം നിങ്ങൾ ചേർന്ന് നിന്നാൽ നിങ്ങളൊരു കരയ്ക്കെത്തും. തകർന്നു പോകുവാൻ അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാത്തപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ. യേശുവിൻ നാമത്തിൽ. ആ കപ്പലിലുള്ളവർക്കൊന്നും പ്രാർത്ഥിക്കുവാൻ കഴിയില്ല. കാരണം അങ്ങനെയാണ്. വലിയ പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ കഴിയണമെന്നില്ല. പക്ഷേ പൗലോസ് പ്രാർത്ഥിച്ചു. അതിൻ്റെ റിസൾട്ട് അതിനകത്തുള്ള എല്ലാവരും കരപറ്റി. അതേ, നീയും നിനക്കൊപ്പമുള്ളവരും കരപറ്റുവാൻ പോകുക. ആ സ്ഥാപനം പൂട്ടിപ്പോകത്തില്ല. ഇല്ലെന്നേ, നീ നിനക്കൊപ്പമുള്ളവരും കരപറ്റും. അവരെ, ആ സ്ഥാപനത്തിലുള്ളവരെ കർത്താവ് നിനക്ക് ദാനം ചെയ്തിരിക്കുക. അമ്മേൻ. നിന്റെ കുടുംബത്തെ കരപറ്റിക്കും. സഹോദരി, നിന്റെ ഭർത്താവിനെ, നിന്റെ മക്കളെ കർത്താവ് നിനക്ക് ദാനമായി നൽകും. താങ്ക് ഗോഡ്. പ്രാർത്ഥിക്ക്. കൂട്ടായ്മയിൽ ഉറച്ചു നിൽക്ക്. ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കും. ബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. ഈ പ്രോഗ്രാമിലേക്ക് അനേകരെ കൂട്ടിവരുത്തുക. അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യും. ഇതുപോലുള്ള മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും കേട്ട് അനുഗ്രഹം പ്രാപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. എല്ലാ ഞായറാഴ്ചകളിലും 10:30 മുതൽ സഭാരാധനയുടെ ലൈവ് സ്ട്രീമും ഉണ്ട്. നിങ്ങൾക്ക് ഒരു സഭാരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്ന് തന്നെ ആ സഭാരാധനയിൽ പങ്കുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി വിടുതൽ പ്രാപിച്ച് കരപറ്റാം. എന്നാൽ കണ്ണടച്ചോ, ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആടി ഉലയുന്ന കപ്പലുകൾ, തീരം കാണുവാനില്ല, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അധികം മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. പറചട്ടിയിൽ നിന്ന് എഴുതിയിൽ വീണ അവസ്ഥ. അപ്പോൾ ആ ഭയപ്പാടിന് അറുതി ഉണ്ടാകട്ടെ. ഒരു കരയ്ക്കെത്തട്ടെ. ഇവരുടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. ജോലി സംബന്ധമായി ഭാരപ്പെട്ട് വേദനയിൽ നിരാശയിലായിരിക്കുന്നവർ, ജോലി മേലുള്ള സകല വെല്ലുവിളികൾ മാറട്ടെ. ജോലി കിട്ടട്ടെ. കൈ നിറയെ വാങ്ങുവാൻ തക്കവണ്ണം അധ്വാനത്തിന് ഒത്തവണ്ണമുള്ളത് കിട്ടുന്ന ജോലികൾ കിട്ടട്ടെ. ജോലി സംബന്ധമായുള്ള സകല വെല്ലുവിളികൾ മാറട്ടെ. യേശോപ്പാ, ഇവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ. ഇവരുടെ ജീവിതം ഒരു കര പറ്റട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. പഠിപ്പിക്കുവാനുള്ള നന്മകൾ ഉണ്ടാകട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. യേശുവേ, തലമുറകൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവേ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ വിട്ടുപോകട്ടെ. വിഹിതമല്ലാത്ത വഴികളിൽ നടക്കുന്നവർ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് പിന്നാലെ നടക്കുന്നവർ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പിന്നാലെ നടന്നു തുടങ്ങട്ടെ. ദൈവഹിതപ്രകാരം ജീവിച്ചു തുടങ്ങട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ വർദ്ധിച്ചു വരട്ടെ. ഇന്ന് പിണങ്ങിപ്പോയ ഭർത്താവ് വരട്ടെ. പിണങ്ങിപ്പോയ ഭാര്യ വരട്ടെ. ഫോൺ ചെയ്യട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എല്ലാ കടഭാരങ്ങളും മാറട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. സാവകാശം കിട്ടട്ടെ. കൊടുക്കാനുള്ളവർ വിളിച്ചു പറയട്ടെ. വിളിച്ചു പറയട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. സാവകാശം കിട്ടട്ടെ. ജപ്തി നോട്ടീസുകൾ നീങ്ങിപ്പോകട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ പലിശക്കടങ്ങൾ മാറട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ വഴി തുറക്കപ്പെടട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴി തുറക്കപ്പെടട്ടെ. യേശോപ്പാ, ഇവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കണമേ. ഇവരുടെ നന്മകൾ, തടയപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. ആ സാലറി വർധനവും ഇൻക്രിമെൻറ്റുകൾ ലഭിക്കട്ടെ. ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. ആ തടസ്സം മാറട്ടെ. അവകാശങ്ങൾ ഇവരുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. ഇവരിൽ രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സകല രോഗബന്ധനവും യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. താങ്ക് യു ലോർഡ്. യേശോപ്പാ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ആമേൻ. ഇവരിൽ രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗവും ബലഹീനതകളും വിട്ടുമാറട്ടെ. രോഗമുഖാന്തരമുള്ള നിന്ദയും നിരാശയും അപമാനവും മാറിപ്പോകട്ടെ. സ്വന്തം ഭവനങ്ങളില്ലാത്തവർ സ്വന്തം ഭവനങ്ങളിൽ പാർക്കട്ടെ. പണികൾ പൂർത്തിയാകട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ. ലോണുകൾ കിട്ടട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, മാനിക്കണമേ അപ്പ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, പഠിക്കുവാൻ കടന്നുപോയി, ജോലിക്ക് കടന്നുപോയി ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, അങ്ങ് മാനിക്കണമേ അപ്പ. യേശുപ്പാ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ.
പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരെ അങ്ങൊരു കരയ്ക്കെത്തിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവനുവെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.